അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടെയാകും തിരുമുൻപാകെ അണച്ചിടാം. കത്തോലിക്ക സഭയിൽ 3 റീത്തുകളുണ്ട്. അതായത് ലാറ്റിൻ, മലങ്കര, സീറോ മലബാർ എന്ന് പറഞ്ഞ് 3 റീത്തുകളുണ്ട്. 3 റീത്തുകളുടെയും പ്രാർത്ഥനാക്രമങ്ങൾക്ക് വ്യത്യാസമുണ്ട്, പക്ഷെ മീനിങ് ഒന്ന് തന്നെയാണ്. ക്രമങ്ങളല്ല, പ്രാർത്ഥനാ രീതികൾക്ക്. ഇതിൽ സീറോ മലബാർ സഭയുടെ കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയുടെ പ്രാരംഭ ഗാനമാണ്, പ്രാർത്ഥനാ ഗാനമാണ് നമ്മൾ ഈ കണ്ടതും കേട്ടതും. ഈ പ്രാരംഭ ഗാനത്തിലൂടെ കർത്താവിൻ്റെ മഹായാഗത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. അന്ന് ഈശോ അന്ത്യത്താഴ വേളയിൽ ചെയ്ത ആ ഒരു മഹത്തായ പങ്കിടലിലേക്ക് കർത്താവിൻ്റെ ശരീരവും രക്തവും, ഒരു നിസ്സാരമായ അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തമായി മാറ്റപ്പെടുന്ന മഹത്തായ ഒരു വലിയ മഹാത്ഭുതത്തിലേക്ക്. വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്, അതെവിടെയൊക്കെ എപ്പോഴൊക്കെ കുർബാന നടക്കുന്നുണ്ടെങ്കിലും ഓരോ വിശുദ്ധ കുർബാനയിലും നടക്കുന്നത് കർത്താവിൻ്റെ തിരുബലി തന്നെയാണ്. വീണ്ടും വീണ്ടും നമ്മുടെ കർത്താവ് ഈശോയുടെ ഹൃദയം മുറിക്കപ്പെടുകയും പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുകയാണ്. ഒരുപാട് യൂക്കറിസ്റ്റിക് മിറാക്കിൾസ് ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടി തന്നെ നമുക്ക് ഓരോ പ്രാർത്ഥനകളുടെയും അന്തസത്ത എന്താണെന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് മനസ്സിലായിട്ട് എന്ന് പറഞ്ഞാൽ ഞാനിത് പഠിച്ചിട്ടല്ല, എനിക്കെൻ്റെ കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ. ഒരു പ്രിപ്പറേഷനും ഞാനിതിനു വേണ്ടി ചെയ്തിട്ടുമില്ല. നമുക്ക് ഈ ഒരു പ്രാരംഭഗാനം എന്താണെന്ന് നോക്കിയാലോ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ. അന്ന് പെസഹ തിരുനാളിൽ ശിഷ്യന്മാരോടൊപ്പം കർത്താവ് അപ്പം പങ്കുവച്ചപ്പം ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? എന്നെപ്പോലെ തന്നെ ഞാൻ ചെയ്യുന്നതുണ്ട്, അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് മറ്റുള്ള കർത്താവായ യേശുക്രിസ്തു അവരുടെ ഗുരുവായിട്ട് കൂടി അവരുടെ പാദങ്ങൾ കഴുകി. അതുപോലെ അങ്ങനെ അഹങ്കാരം ഒഴിവാക്കി എളിമപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കാൻ വേണ്ടി കർത്താവ്